ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. ഇന്ന് നിർണായക കൂടിക്കാഴ്ച പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്നിരുന്നു. യാക്കോബായ സഭ പരമാധ്യക്ഷൻ, സഭാ പ്രതിനിധികൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്ത് തരത്തിലായിരുന്നു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത്? അദ്ദേഹം വന്നത് പെട്രിയാർക്ക് ഓഫ് ആന്റിയോക്ക് അദ്ദേഹം പുറത്തുനിന്ന് വന്നായിരുന്നു. PM-ന്റെ ഒപ്പം ഒരു നല്ല നീണ്ടൊരു കൂടിക്കാഴ്ച നടത്തി. PM അവരോട് പറഞ്ഞു, നോക്ക്, നമ്മളെല്ലാവരും ഒരുമിച്ച് പോകേണ്ടതാണ്. ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് അങ്ങനെ ഒരു ഡിസ്പ്യൂട്ടിനെ കുറിച്ച് അവർ പറഞ്ഞപ്പോൾ ഇതെല്ലാം നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്ത് ഇതിനെ സമാധാനം കണ്ടുപിടിക്കണം. ഞങ്ങൾ എല്ലാവരും ഒപ്പം ഉണ്ട് എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ ഭാഗമായിട്ട് PM അത് അവരോട് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഡിസ്പ്യൂട്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം വിശ്വാസികളെല്ലാം സംരക്ഷിക്കാൻ BJP NDA തയ്യാറാണ്. BJP NDA ഇതിന് മീഡിയേഷൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ BJP NDA ചെയ്യും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്തെങ്കിലും മീഡിയേഷൻ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്യാൻ തയ്യാറാണെന്ന് അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇലക്ഷൻ കൂടെ അടുത്തിരിക്കുകയാണല്ലോ, അപ്പോൾ എന്തെങ്കിലും തലത്തിൽ രാഷ്ട്രീയ തലത്തിൽ ചർച്ചയുണ്ടായിരുന്നോ? ഓക്കെ, ഇതില്ല ഞങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയമല്ല. എത്ര കൊല്ലമായി ചെയ്യാത്ത കാര്യങ്ങളും പരിഹരിക്കാത്ത പ്രശ്നങ്ങളും ഇത് BJPക്ക് ജനങ്ങൾ വന്ന് ഈ പ്രശ്നങ്ങൾ പറയുമ്പോൾ, അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ BJP ഞങ്ങളൊരു കടമയായിട്ട് ഞങ്ങൾ കാണുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ രാഷ്ട്രീയം ചെയ്യുന്നത്. രാഷ്ട്രീയം പവറിന് വേണ്ടിയോ ജനങ്ങളെ വെടിയാക്കാനോ വാഗ്ദാനം കൊടുത്ത് ഒന്നും ചെയ്യാണ്ടിരിക്കാനല്ലല്ലോ. ഞങ്ങളുടെ ഒരു ഐഡിയോളജിയും കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ആരാണെങ്കിലും എവിടെയാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന് അവതരിപ്പിച്ചാൽ ഞങ്ങൾ അതിനു വേണ്ടി അധ്വാനിക്കും. അതിനുവേണ്ടി ഒരു ആത്മാർത്ഥമായ ഒരു എഫേർട്ട് നടത്തും. അത് ഈ കാര്യത്തിൽ അതുപോലെ തന്നെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. 2020 സാബു ജേക്കബ് കൂടി ഉണ്ടായിരുന്നുകൊണ്ടാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി ഉയരുന്നത്. എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് ചർച്ച ആയിട്ടുണ്ടോ? അല്ല, അങ്ങനെ നോക്കൂ, എല്ലാം ഒരു രാഷ്ട്രീയ പ്രിസം വഴി നോക്കുന്ന ഞങ്ങളെ മുന്നണിയല്ല NDA. അവർ വന്ന് ചോദിച്ചു. ആദ്യമായിട്ടാണ് എന്നെ അതുപോലെ കാണുന്നത്. ആദ്യമായിട്ടാണ് പ്രൈം മിനിസ്റ്റർ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. ഞങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കും. ഞങ്ങൾ അതിനു വേണ്ടി മീഡിയേഷൻ ചെയ്യണമെങ്കിൽ മീഡിയേഷൻ ചെയ്യും. അതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ അപ്പുറം ഇന്ന് നമ്മൾ 5 സാഹിത്യകാർ നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇൻ്റലക്ച്വൽ സാഹിത്യകാർ വന്ന് പ്രൈം മിനിസ്റ്ററിനൊപ്പം അദ്ദേഹത്തിനെ കണ്ടു. കേരളം എന്ന നമ്മുടെ നാടിൻ്റെ പേര് മാറ്റിയതിന് നന്ദി പറഞ്ഞു. അതൊരു നല്ല ചർച്ച, ഒരു അരമണിക്കൂർ 45 മിനിറ്റ് ഒരു ചർച്ച നടന്നു. അവർക്കെല്ലാം നല്ല സന്തോഷമായിരുന്നു. നമ്മൾ ഇതുവരെ 70 കൊല്ലം നമ്മുടെ സംസ്ഥാനം രൂപീകരിച്ച് 70 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് ആണ് ശരിക്കും നമ്മളുടെ ഐതിഹാസിക ഒരു ട്രഡീഷണൽ പേര് കേരളം എന്ന് നമ്മുടെ നാടിന് കിട്ടുന്നു. അതിന് എല്ലാവർക്കും സന്തോഷമുണ്ടായിരുന്നു. അത് ഞാനും നന്ദി പറഞ്ഞു. കാരണം എനിക്കൊരു ഭാഗ്യം കിട്ടി ഇത് ചോദിക്കാൻ. അത് 2 മാസം മുമ്പേ ഞാനാണ് പാർട്ടീൻ്റെ പേരിൽ ഇത് ചോദിച്ചത്, റിക്വസ്റ്റ് ചെയ്തത്. അത് ഞാൻ എൻ്റെ ഭാഗ്യമായിട്ട് കാണുന്നു. ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ട് ഈ മാറ്റം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റി. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പടിവാതിൽ എത്തി നിൽക്കുകയാണ്. ഈ സാധ്യതാ പട്ടിക അല്ലെങ്കിൽ ആദ്യത്തെ പട്ടികയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രഖ്യാപനം, അതിൻ്റെ ചർച്ചകൾ ഉടൻ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ? ഉണ്ടാവും, അതുണ്ടാവും. ഞങ്ങളൊരു സിസ്റ്റം ഉണ്ടല്ലോ. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാളല്ലല്ലോ തീരുമാനിക്കുന്നത്. അത് സംസ്ഥാന ലെവലിൽ ഞങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കി അത് മുകളിലയക്കും. ഇവിടെ സെൻട്രൽ പാർട്ടീൻ്റെ പാർലമെൻ്ററി പാർട്ടി ബോർഡുണ്ട്, പ്രഭാരിമാരുണ്ട്, നാഷണൽ പ്രസിഡന്റ്. അവരെല്ലാം സാധ്യതയും എല്ലാം അനാലിസിസ് ചെയ്ത് തീരുമാനിക്കും. ഈ ഇലക്ഷൻ കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഈ ഇലക്ഷൻ കഴിഞ്ഞ ഇലക്ഷൻ പോലെയല്ല. ഈ ഇലക്ഷൻ മത്സരിക്കാനല്ല ഞങ്ങൾ മത്സരിക്കുന്നത്, ജയിക്കാനും ഭരണത്തിൽ വന്ന് ഈ മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അപ്പോൾ എല്ലാ സീറ്റിലും ഒരു വിന്നബിൾ കാൻഡിഡേറ്റ് ആണ് മത്സരിക്കാൻ പോകുന്നത്. അത് വിന്നബിലിറ്റി എല്ലാം നോക്കി പരിശോധിച്ച് സർവേ ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് സെൻട്രൽ പാർട്ടി തീരുമാനിക്കാൻ പോകുന്നത്. പല സ്ഥാനാർത്ഥികളിലും പേര് കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല പേരുകളും കേൾക്കുന്നത് ആ തരത്തിൽ തന്നെയായിരിക്കും. പ്രചരണം എല്ലാവരും ആരംഭിക്കും. കാരണം അത് മത്സരിക്കല്ലെങ്കിലും അവർ ജയിപ്പിക്കാൻ അവർ പ്രവർത്തിക്കും. പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇറങ്ങല്ലോ. നമ്മൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. യുവമോർച്ച ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ യുവമോർച്ച ഇവിടെ വന്നത് മത്സരിക്കാനല്ലല്ലോ. അപ്പോൾ അത് പാർട്ടീൻ്റെ പ്രവർത്തനവും പാർട്ടീൻ്റെ പ്രവർത്തകർ അവരുടെ വർക്ക് തുടങ്ങും. ഇനിയും കാര്യങ്ങൾ ചെയ്യും. അത് ഒരു വശത്ത്. മറുവശത്ത് നമ്മൾ കാൻഡിഡേറ്റ്സ് ആരാണെന്ന് സെൻട്രൽ പാർട്ടിയും സംസ്ഥാന പാർട്ടി തീരുമാനിക്കും. വിന്നബിലിറ്റി നോക്കി തീരുമാനിക്കും. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. നാടിൻ്റെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. BJPയും NDA ഭരിക്കാൻ പോകുന്ന ഒരു ഇലക്ഷനായിട്ടാണ് ഞങ്ങൾ കാണുന്നത്.
ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമുണ്ടായിരുന്നില്ല, മറിച്ച് സഭാ തർക്കമടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് BJP-യുടെ കേരളത്തിലെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. BJP ആസ്ഥാനത്ത് നിന്നും ക്യാമറ പേഴ്സൺ മോഹൻകുമാറൊപ്പം അർജുൻ പീതാംബരൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.